നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓസ്ട്രേലിയക്ക് പോകാൻ തീരുമാനിച്ച അന്ന് തൊട്ട് മനസ്സിലുറപ്പിച്ചതാണ് ബ്ലൂ മൗണ്ടെയ്ൻസ് കാണണം എന്നുള്ളത്. എൻ്റെ കൂട്ടുകാരനായ അഭിലാഷിൻ്റെ വീടിൻ്റെ അടുത്താണ് ബ്ലൂ മൗണ്ടെയ്ൻസ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്തായാലും നമുക്ക് ബ്ലൂ മൗണ്ടെയ്ൻസ് കാണാൻ പോകാമെന്ന് അന്നേ ഉറപ്പിച്ചിരുന്നു. ഞാനും അഭിലാഷും കൂടി ഒരു ദിവസം രാവിലെ ബ്ലൂ മൗണ്ടെയ്ൻസ് കാണാൻ വേണ്ടി ഇറങ്ങി. വേൾഡ് സ്റ്റീപ്പസ്റ്റ് ട്രെയിൻ ആണ് ബ്ലൂ മൗണ്ടെയ്ൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും എന്നെ ഏറ്റവും അധികം ആകർഷിച്ചതും. 4 തരം റൈഡ്സാണ് മെയിനായിട്ട് ബ്ലൂ മൗണ്ടെയ്ൻസിലുള്ളത്. സീനിക് കേബിൾ വേ, സീനിക് സ്കൈവേ, സീനിക് റെയിൽവേ, സീനിക് വാക്ക് വേ. നമ്മളവിടെ എത്തിയ ശേഷം ആദ്യം കയറിയത് സീനിക് സ്കൈവേയിലായിരുന്നു. ടിക്കറ്റ് എല്ലാം അവിടെ എത്തിയ ശേഷമാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ടിക്കറ്റ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് പോവുകയാണ് നല്ലത്. ഒരു റെക്റ്റാങ്കിൾ ആകൃതിയിലുള്ള ഒരു പേടകത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ബോക്സിലേക്ക്, ഒരു കമ്പാർട്ട്മെൻറ്റ് പോലത്തെ സംഭവത്തേക്ക് നമ്മളെ കയറ്റുകയാണ്. എന്നിട്ട് നമ്മൾ ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റത്തേക്ക് പോകുന്നു. 3 സിസ്റ്റേഴ്സ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് വളരെ മനോഹരമായി കാണാം. 3 സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ വളരെ പ്രസിദ്ധമായ ഒരു റോക്കാണ്. 3 സിസ്റ്റേഴ്സ് റോക്ക്, അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ഉയർച്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് വീഴുന്ന ഒരു ചെറിയ വെള്ളച്ചാട്ടം എല്ലാം അവിടെയുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ സമയമെടുത്താണ് ഇത് ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ യാത്ര ചെയ്യുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇറങ്ങി അവിടുത്തെ കാഴ്ചകളിലേക്കൊക്കെ നടന്ന് പോവാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം മാത്രം അവിടെ സ്പെൻഡ് ചെയ്ത് നമുക്ക് അതുപോലെ തന്നെ തിരിച്ച് ഈ കേബിൾ വേയിൽ മറ്റേ അറ്റത്തേക്ക് പോവാം. നമ്മൾ കയറിയ അതേ പോയിന്റിലേക്ക് പോവാം. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ അവിടെ നിന്ന് നമ്മൾ കയറിയ ആ സ്ഥലത്തേക്ക് തന്നെ യാത്ര തിരിച്ചു. പിള്ളേരെ ഒന്നും കൊണ്ടുവരാത്തതുകൊണ്ട് തന്നെ വീട്ടിൽ വിജിനിയും പിള്ളേരും ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് എന്തായാലും ഈ സ്ഥലം ഒന്ന് കണ്ട് കറങ്ങി എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പെട്ടെന്ന് പോകാനുള്ള ധൃതിയിലായിരുന്നു ഞങ്ങൾ. എക്കോ പോയിന്റിലേക്കും 3 സിസ്റ്റേഴ്സിലേക്കൊക്കെ നമുക്കിവിടെ വന്ന് നടന്ന് സുഖമായിട്ട് പോവാം. അവിടെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇഷ്ടമുള്ളത്ര സമയം സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോവാം. ആളുകൾ സീസൺ പാസ്സൊക്കെ എടുത്താണ് കൂടുതൽ പേരും വരുന്നത്. അപ്പോൾ അവരിവിടെ വന്ന് മാക്സിമം സമയം സ്പെൻഡ് ചെയ്ത് ഓരോ പോയിന്റിൽ നിന്ന് അങ്ങനെ വളരെ നന്നായി എക്സ്പീരിയൻസ് ചെയ്താണ് പോകുന്നത്. നമുക്ക് പക്ഷേ സമയം കുറവുള്ളത് കൊണ്ട് നമ്മളെല്ലാം വേഗം ചുറ്റി നടന്ന് കണ്ട് തിരിച്ചു പോവുമായിരുന്നു. നല്ലൊരു വ്യൂ ആണ് നമുക്കിവിടെ നിന്ന് നോക്കി കാണാൻ സാധിക്കുക. ഈ വലിയ മലനിരകളുടെ ഇടയിലൂടെ ശരിക്കും ഇതൊരു റെയിൻ ഫോറസ്റ്റ് കൂടിയാണെന്നുള്ളതാണ് പ്രത്യേകത. നമ്മൾ ഏതിൽ കയറിയാലും, കേബിൾ വേയിൽ കയറിയാലും സീനിക് വേയിൽ കയറിയാലൊക്കെ ഗൈഡിൻ്റെ സാന്നിധ്യമുണ്ട്. ഗൈഡിൻ്റെ അനൗൺസ്മെൻറ്റോ അല്ലെങ്കിൽ നമുക്ക് ഗൈഡില്ലാതെ തന്നെ അനൗൺസ്മെൻറ്റോ ഒക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ, ചരിത്രം എല്ലാം നമുക്ക് അവർ പറഞ്ഞു തരും. രണ്ടാമതായിട്ട് നമ്മൾ കയറാൻ പോകുന്നത് റെയിൽവേക്കാണ്. നമ്മൾ വന്നിരിക്കുന്ന തന്നെ റെയിൽവേയിൽ കയറണം എന്നുള്ള ആദ്യതായ ആഗ്രഹത്തോടെയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ കയറാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. അതുപോലെ തന്നെ ഈ റെയിൽവേയിൽ കയറാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് നിൽക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഇവിടെ ആളുകൾ ആകർഷിക്കുന്നത് ഈ ഒരു റെയിൽവേ തന്നെയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും സ്റ്റീപ്പായിട്ട് പോകുന്ന റെയിലാണ് നമ്മുടെ ബ്ലൂ മൗണ്ടെയ്ൻസിലുള്ളത്. ഇത് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനും സാധിക്കും, അതിൽ തന്നെ നമുക്ക് ബാക്കിലോട്ട് വരാനും. ഇത് വലിച്ച് കയറ്റിയാണ് ബാക്കിലോട്ട്. മുമ്പ് കൽക്കരി ഖനിയിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളെ കൊണ്ടുപോകാനും വേണ്ടിയായിരുന്നു ഈ ഒരു റെയിൽവേ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഈ ഒരു റെയിൽവേ ടൂറിസത്തിന് വേണ്ടിയിട്ട്, ഈ റെയിൽവേ മാത്രമല്ല ഈ സ്ഥലം മുഴുവൻ ടൂറിസത്തിന് വേണ്ടി മാറ്റിയപ്പോഴാണ് ഇങ്ങനെ ഒരു സെറ്റപ്പാക്കി ഈ റെയിൽവേയെ മാറ്റിയെടുത്തത്. വളരെ നന്നായി ഓർഗനൈസ് ചെയ്ത് തന്നെയാണ് ഇതവിടെ പ്രവർത്തിപ്പിക്കുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും ഒറ്റ തവണ തന്നെ ഒരുപാട് പേരെ കയറാൻ പറ്റുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ തിരക്കെല്ലാം ഒഴിഞ്ഞു. നമുക്ക് കയറാനുള്ള അവസരം കിട്ടി. നമ്മളിപ്പോൾ ആ പോയിന്റിൽ പോയി നിന്നു. അപ്പോൾ അവിടെ കയറാൻ വേണ്ടി അതിൻ്റെ ആളുകൾ നമുക്ക് മുമ്പിൽ തന്നെ ഒരു 2-3 സീറ്റ് തന്നെ നമുക്ക് കിട്ടി. അതിൽ നമുക്ക് പല തരത്തിലിരിക്കാം. ഇതാണ് നമുക്ക് റൈഡ് സെലക്ട് ചെയ്യാം, നമുക്ക് ഏത് തരം റൈഡാണ് വേണ്ടതെന്നുള്ളത്. അതുപോലെ വന്ന സന്ദർശകർ അവരുടെ പേരും അവിടെ എഴുതി വെച്ചിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ റെഡ് കളർ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ അതും ഭയങ്കര ആകർഷകരമായിരുന്നു തന്നെ പറയാം. യൂണിവേഴ്സിറ്റിയിലും കോളേജിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസൊക്കെയാണ് ഇവിടെ പാർട്ട് ടൈമായിട്ട് സാറ്റർഡേ സൺഡേ വീക്കെൻഡ്സിലൊക്കെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ സാലറിയും കിട്ടും. 14 വയസ്സ് തൊട്ട് നമുക്കവിടെ ജോലി ചെയ്യാൻ സാധിക്കും കുട്ടികൾക്ക്. കയറി വരുന്നവർ വളരെ കുറവായിരുന്നു. കണ്ടോ, ഇങ്ങനെയാണ് അത് കയറി വരുന്നത്. പക്ഷെ നല്ല സ്പീഡിലാണ് കേട്ടോ അത് വരിക. അങ്ങനെ നമ്മൾ ഈ ട്രെയിൻ കയറാനുള്ള ആകാംക്ഷയിൽ നിൽക്കുകയാണ്. അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹത്തിനൊരു സഫലീകരണം.
അങ്ങനെ നമ്മൾ വലിഞ്ഞു കയറി ട്രെയിനിൽ കയറി. എന്തായാലും നമുക്ക് കുറച്ച് അടുത്ത് തന്നെയാണ് സീറ്റ് കിട്ടിയത്. രണ്ടാമത്തെ മൂന്നാമത്തെ ആയിട്ടുള്ള സീറ്റാണ് കിട്ടിയത്. എന്തായാലും നമ്മൾ അത് തുടങ്ങി, യാത്ര തുടങ്ങി. വിചാരിച്ചേക്കാൾ നല്ല എക്സൈറ്റ്മെൻറ്റുള്ള യാത്ര തന്നെയായിരുന്നു ഇത്. പെട്ടെന്നാണ് അതിന് വേഗം കൂടിയത്. അത് നല്ല കുത്തനെയുള്ള ഇറക്കത്തിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അയ്യോ, വല്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു അത്. എന്തായാലും അത് കഴിഞ്ഞ് താഴെ വന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ആഴം നമുക്ക് മനസ്സിലാവുക. എത്ര ദൂരത്തുനിന്നാണ് അല്ലെങ്കിൽ എത്ര ഉയരത്തുനിന്നാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിയതെന്ന്. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് തിരിച്ചു പോകാൻ വേണ്ടി കയറാൻ നിൽക്കുന്നുണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് സീനിക് കേബിൾ വേ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു സൈഡിലൂടെ ഇറങ്ങുമ്പോൾ മറ്റേ സൈഡിലൂടെ ആളുകളെ കയറ്റുകയാണ് അവർ ചെയ്യുന്നത്. എന്തായാലും അവിടെ വന്ന സ്ഥിതിക്ക് അവിടെ ഒന്ന് നടന്ന് അവിടുത്തെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി ഞങ്ങൾ മുകളിലോട്ട് കയറി. റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പക്ക റെയിൻ ഫോറസ്റ്റ്. മഴയില്ലാത്തതുകൊണ്ട് മാത്രം നമുക്ക് ആ റെയിൻ്റെ ഇത് ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെ കാണാൻ സാധിച്ചത് നന്നായി. കാരണം നമുക്ക് മഴ ആസ്വദിക്കാനുള്ള സമയം ഇവിടെ ഇല്ലായിരുന്നു തീരെ. ട്രെക്കിംഗ് ആഗ്രഹമുള്ളവർക്ക് അതിനുള്ളൊരു വഴിയുണ്ട്. അതിലൂടെ നമുക്ക് വേണമെങ്കിൽ ട്രെക്ക് ചെയ്ത് താഴേക്ക് വനത്തിലോട്ടൊക്കെ കയറി പോകാൻ സാധിക്കും. പണ്ട് കൽക്കരിപ്പാടത്തിലെ തൊഴിലാളികൾ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ അന്നത്തെ ചരിത്രം, എങ്ങനെയാണ് ഇവിടെ ഈ കോൾ കമ്പനി പ്രവർത്തിച്ചിരുന്നത്, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് വിശദമായിട്ട് കാണാൻ സാധിക്കും. 1800 തുടക്കത്തിലാണ് ഓസ്ട്രേലിയയ്ക്ക് UK എന്നുള്ള മൈഗ്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. 1878 ഇവിടെ ഈ കോൾ മൈനിങ്ങും അതിൻ്റെ തൊഴിലാളികളും ആളുകളൊക്കെ വന്ന് ഇതൊരു വലിയ സ്ഥലമായിട്ട് മാറിയത്. മുമ്പ് കോൾ കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന കുതിരയ്ക്ക് പകരം അതിൻ്റെ ഒരു രൂപമൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പണ്ട് കോള് കൊണ്ടുപോയിരുന്ന കൽക്കരി തൊഴിലാളിയുടെ ഒരു സ്റ്റാച്ചു ആണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു കയറി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു കേബിൾ വേയിൽ കയറാൻ വേണ്ടി. അങ്ങനെ കുറച്ച് നേരം കാത്തു നിന്നപ്പോൾ കേബിൾ വേ വന്നു. നമ്മൾ അതിലേക്ക് കയറി. ഇതൊരു സ്റ്റെപ്പിൻ്റെ ആകൃതിയിലാണ് ഈ കേബിൾ വേ നിൽക്കുന്നത്. നമുക്ക് അതിൻ്റെ കയറുമ്പോൾ നമുക്ക് നടുക്കാണ് സ്ഥലം കിട്ടിയത്. എന്നാലും നമ്മളൊരു ഓരം ചേർന്ന് നിന്നു. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാൻ സൗകര്യമാണല്ലോ എന്ന് കരുതിയിട്ട്. ഒരുപാട് സന്ദർശകർ വരുന്നുണ്ട്. വളരെ അധികം ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ ലോക്കലായിട്ട് വരുന്ന ആളുകളും ഇഷ്ടം പോലെ ഓസ്ട്രേലിയയിലെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ബ്ലൂ മൗണ്ടൻസ് കാണാൻ വേണ്ടി വരുന്നുണ്ട്. ശരിക്കും ഒരു അത്ഭുത ലോകം തന്നെയാണ് ബ്ലൂ മൗണ്ടെയ്ൻസ്. നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ്, എന്നാൽ
ചൂടുകാലത്ത് ഇവിടെ വലിയൊരു തീപിടുത്തവും ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്നു. 2-3 കൊല്ലം മുമ്പ് ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്ന വലിയ തീപിടുത്തത്തിൽ ബ്ലൂ മൗണ്ടെയ്ൻസിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തെന്നാണ് അഭിലാഷ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കേബിൾ വേയും എത്തിച്ചേരാറായി. അവിടെയും നമുക്ക് ഇറങ്ങി ഇതുപോലെ കാഴ്ചകളിലേക്ക് പോകാം. സീനിക് വാക്ക് വേ യൂസ് ചെയ്ത് നമുക്ക് പല ഭാഗത്തും പോയിരിക്കാം. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ വന്ന് പാർക്ക് പോലെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അവർ വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി രാവിലെ തന്നെ ഇവിടെ വരുന്നു. അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള പോയിന്റുകൾ ഉണ്ടാവാം, അവിടെ പോയി ഇരിക്കുന്നു, വൈകിട്ട് വീണ്ടും തിരിച്ചു പോകുന്നു. അങ്ങനെ സീസണൽ പാസ് അല്ലെങ്കിൽ ടിക്കറ്റ് യൂസ് ചെയ്യുന്നവരാണ് കൂടുതൽ പേരെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇതിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന വൈബ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അയ്യോ, അവിടെ മരങ്ങളൊക്കെ വലിയ വലിയ ഭയങ്കര തടിയുള്ള മരമൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അങ്ങനെ തിരിച്ച് നമ്മൾ കേബിൾ വേയിൽ കയറി തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് മുമ്പിൽ തന്നെ നിൽക്കാൻ ഒരു അവസരം കിട്ടി. അതുകൊണ്ട് ഈ കാഴ്ചകൾ നമുക്ക് എല്ലാം ഒപ്പിയെടുക്കാൻ സാധിച്ചു. ഇങ്ങനെയാണ് നമ്മൾ ഈ കേബിൾ വേയിൽ കയറി തിരിച്ചു പോകുന്നത്. ബ്ലൂ മൗണ്ടെയ്ൻസിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ നമുക്ക് ഈ യാത്രയിൽ, ഈ അവസാനത്തെ കേബിൾ വേലി യാത്രയിൽ കാണാൻ സാധിച്ചു. അത് കഴിഞ്ഞൊരു 3 മണിയോടുകൂടി ഞങ്ങൾ തിരിച്ചെത്തി. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് സോവിനേഴ്സൊക്കെ വാങ്ങി എല്ലാ സാധനങ്ങളും എല്ലാ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് കറങ്ങി ഞങ്ങൾ തിരിച്ച് മടങ്ങാനുള്ള യാത്രയ്ക്ക് ഒരുങ്ങുകയായി. ബ്ലൂ മൗണ്ടെയ്ൻസിലേക്ക് ഇനിയും വിശദമായിട്ട് ഒരിക്കൽ കൂടി വരണം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇത്തവണ ഞങ്ങൾ വിട പറഞ്ഞു.